CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനുമെതിരെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാനമാകെ എതിരായി പ്രതിഫലിച്ചതായി വിമർശനം ഉയർന്നു. ഗോവിന്ദന്റെ ശൈലിയിലും കമ്മിറ്റിയിൽ അതൃപ്തി. CPIക്കെതിരെയും സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. PMC അടക്കമുള്ള വിഷയത്തിൽ CPI സ്വീകരിച്ച നിലപാട് തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ ബാധിച്ചു എന്നുൾപ്പെടെ വിമർശനം. കേരള കോൺഗ്രസ് എമ്മിനെതിരെയും വിമർശനമുണ്ടായിരിക്കുന്നു. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, നേരത്തെ ഈ നേതൃയോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്ത പുറത്തു വന്നപ്പോൾ വാർത്തകൾക്ക് എതിരെ സംസാരിക്കുന്ന നേതാക്കൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ CPM സംസ്ഥാന കമ്മിറ്റിയിൽ എല്ലാവർക്കും വിമർശനമുണ്ടല്ലേ? അതായത് വ്യക്തികൾക്കുണ്ട്, ഘടകകക്ഷികൾക്കുണ്ട്, എടുത്ത തീരുമാനങ്ങൾക്കുണ്ട്, എല്ലാ തലത്തിലും വിമർശനം ഉയർന്നു. തോൽവി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കുകയാണ്, അതിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് പാർട്ടി. അങ്ങനെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്നപ്പോഴാണ് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കൊക്കെ വിമർശനങ്ങൾ പാർട്ടിയിൽ ഉയർന്നു വന്നത്. പ്രധാനമായും CPIക്കെതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത് ഈ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നടന്ന സംഭവ വികാസങ്ങളാണ്. PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് CPM ആഗ്രഹിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് അന്ന് കടന്നിരുന്നു, നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സ്ഥിതിയായിരുന്നു. അതായത് CPIയുടെ ഭാഗത്ത് നിന്ന് അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. മന്ത്രിസഭയിലും ഒപ്പം തന്നെ മുന്നണിയിലും വലിയ എതിർപ്പ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ ഒരു CPIയിലെ അന്ന് ഉണ്ടായ പരസ്യ പ്രതികരണങ്ങളൊക്കെ വലിയ എതിർപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം CPM BJP ഡീൽ എന്നുള്ള തരത്തിലൊക്കെ പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരോപണങ്ങളൊക്കെ വന്നു. ആ സ്ഥിതിയിൽ അങ്ങനെ ഒരു പരസ്യ പ്രതികരണങ്ങൾക്ക് CPI നേതാക്കൾ മുതിരണ്ടായിരുന്നു. അതിൽ CPIക്ക് ജാഗ്രത കുറവുണ്ടായി. ഇനി ജാഗ്രത വേണം എന്നുള്ള കണക്കിലായിരുന്നു CPIക്കെതിരെയുള്ള വിമർശനം വന്നിരിക്കുന്നത്. ഇത് കൂടാതെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അവർ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ അന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് കൃത്യമായ ഒരു മറുപടി അന്ന് വന്നില്ല എന്നുള്ള തരത്തിൽ, അതായത് ചിലൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം ജനങ്ങൾക്ക് കിട്ടാതെ വരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഉണ്ടായി വന്നു. അത് ഈ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ കുറയാൻ കാരണമായി എന്നുള്ള ഒരു തരത്തിലുള്ള വിമർശനമാണ് കേരള കോൺഗ്രസ് എമ്മിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് നയിച്ച MV ഗോവിന്ദനായാലും ഒപ്പം തന്നെ A വിജയരാഘവനായ ഇവർക്കൊക്കെ വീഴ്ചയുണ്ടായി, സംഘടനാപരമായ വീഴ്ചയുണ്ടായി എന്നുള്ള തരത്തിൽ, അതായത് മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ സംഘടനാപരമായി വീഴ്ചയുണ്ടായി. എന്തായാലും തോൽവിക്ക് കാരണങ്ങൾ പലതാണ് എന്ന് കണ്ടെത്തുന്നു പാർട്ടി. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് CPM.